അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഇബ്രാഹിം നബിയോടും മൂസാ നബിയോടും ഇവിടെ പാലും തേനും ഒഴുകുന്നൊരു ദേശം നൽകാമെന്ന് ഓഫർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരലോകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശമില്ല എന്നാണ് ജബ്ബാർ പറയുന്നത്. ജബ്ബാർ പറയുന്നത് അനുസരിച്ച് ജബ്ബാറിൻ്റെ കയ്യിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളതെന്നും ജബ്ബാർ പറയുന്നത് അള്ളാഹുവിൻ്റെ നിയമമായി പരിഗണിക്കപ്പെടേണ്ടതുള്ളൂ എന്നുമാണ് ജബ്ബാർ പറയണമെങ്കിൽ ജബ്ബാറിൻ്റെ വങ്കത്വം എന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ജബ്ബാർ ഏതായാലും അങ്ങനെ പറയില്ല, കാരണം ജബ്ബാർ ദൈവവിശ്വാസിയല്ല, യുക്തിവാദിയാണ്. അപ്പോൾ ഇതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജബ്ബാർ പറയുന്നത് എവിടെ പറഞ്ഞു എന്നാണ്? ബൈബിളിൽ പറഞ്ഞു എന്നാണോ? ബൈബിളിൽ പറഞ്ഞത് ഒക്കെ ശരിയാണെന്ന് ജബ്ബാറിന് അഭിപ്രായമുണ്ടോ? ഖുർആനൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ജബ്ബാർ ബൈബിളൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞത് ഭാഗികമായെങ്കിലും ശരിയാണെന്ന് ജബ്ബാറിന് വിശ്വാസമുണ്ടോ? എങ്കിലേ ജബ്ബാർ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അതേ അവസരം ബൈബിൾ എന്ന് പറയുന്നത് തൗറാത്തോ ഇഞ്ചീലോ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അസലി രൂപത്തിൽ അതിന്ന് ലഭ്യമല്ല എന്നുള്ളത് ജൂത ക്രൈസ്തവ പുരോഹിതന്മാരും അവരൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. പുരോഹിതന്മാർ അവരുടെ ഓർമ്മകളിൽ നിന്ന് എഴുതിണ്ടാക്കിയിട്ടുള്ള ചില സംഗതികളാണത്. അതിൽ ചില വശങ്ങൾ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും വശങ്ങളായിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. അതിൽ കവിഞ്ഞ് അതിൽ ശരിയില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇബ്രാഹിം നബിയോട് എന്നല്ല, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരോടും വിശുദ്ധ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജബ്ബാർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും തന്നിലേക്ക് കൂട്ടിക്കെട്ടുകയാണെന്ന്. ഇത് മുഹമ്മദ് നബി തന്നിലേക്ക് കൂട്ടിക്കെട്ടല്ല. മുഹമ്മദ് നബിയെ നിയോഗിച്ച അള്ളാഹു തന്നെയാണ് ആദം അലൈഹിസ്സലാം മുതൽക്കുള്ള എല്ലാ പ്രവാചകന്മാരെയും മനുഷ്യകുലത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാർക്കൊക്കെ ജനങ്ങളോട് പറയാനുണ്ടായിരുന്ന അടിസ്ഥാന കാര്യം മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എല്ലാവരും സത്യപ്രവാചകന്മാരാണെന്നും ഈ പ്രവാചകന്മാരിൽ പലർക്കും അള്ളാഹു വേദങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ പ്രവാചകന്മാർ പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കേണ്ടതാണെന്നുള്ളതാണത്. ഇവിടെ ജബ്ബാർ പറയുന്നത് ഇബ്രാഹിം നബിയുടെ വേദത്തിൻ്റെ പേര് പറയില്ല എന്നുള്ള. ഇബ്രാഹിം നബീൻ്റെ വേദത്തിൻ്റെ പേര് മാത്രമല്ല, ലോകത്ത് വന്നിട്ടുള്ള പല പ്രവാചകന്മാരുടെയും വേദത്തിൻ്റെ പേര് ഖുർആനിലില്ല. ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരങ്ങളിലുണ്ടായിരുന്ന യഹൂദർ ക്രിസ്ത്യാനികൾ ഇവരുമായി ബന്ധപ്പെട്ട വേദത്തിൻ്റെ പേരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അവരുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ചുമാണ് ഏറെക്കുറെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത ചില ഒന്നോ രണ്ടോ കുറഞ്ഞ പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ടുണ്ടാവാം അത്രമാത്രം. പക്ഷെ ആ പ്രവാചകന്മാരെ പോലും മക്കക്കാർക്കും മദീനക്കാർക്കും, അതായത് അറബികൾക്ക് അറിയാമായിരുന്നു എന്നുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നല്ലാതെ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ ഗ്രന്ഥങ്ങളുടെയും പേര് പറയാനുള്ളത് ഖുർആൻ്റെ രീതിയല്ല. ഖുർആൻ അത് ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സംഗതിയുണ്ട്, റസുലൻ ഖദ് ഖസസ്നാ അലൈക വമിൻഹും മല്ലം നഖുസ്സുസ് അലൈക. നിനക്ക് കഥനം ചെയ്തു തന്ന പ്രവാചകന്മാരുണ്ട്, നിനക്ക് കഥനം ചെയ്തു തരാത്ത പ്രവാചകന്മാരും ഉണ്ട് എന്നാണ്. അപ്പോൾ ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുത്ത പേര് പറഞ്ഞു കൊടുത്തവരും ഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ മൊത്തത്തിൽ എല്ലാ പ്രവാചകന്മാരുടെയും തത്വം ഒന്നായിരുന്നു. അവർ ജനങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാന മൂല്യങ്ങളൊന്നായിരുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ ദൂതന്മാരിൽ ഒരു പുത്തൻ കൂറ്റുകാരനല്ലാതെ. അപ്പോൾ പുതുതായിട്ടൊന്നുമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ഏതൊരു യാഥാർത്ഥ്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, പരലോക വിശ്വാസത്തിലേക്കാണോ ക്ഷണിച്ചത്, അതിലേക്ക് തന്നെയാണ് താനും ക്ഷണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹങ്ങൾക്കും മനുഷ്യകുലത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒന്നിച്ചംഗീകരിക്കാവുന്ന ഒരു അടിസ്ഥാന തത്വം. ആ അടിസ്ഥാന തത്വം അംഗീകരിക്കുന്നതിലൂടെ മനുഷ്യകുലത്തിൻ്റെ ഏകത്വമാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തോടൊപ്പം മനുഷ്യകുലത്തിൻ്റെ കൂടി ഏകത്വമാണ് അവിടെ സംഭവിക്കുന്നത്. അതോടുകൂടി മനുഷ്യരിലുള്ള ഭിന്നത അത് ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഈ ഒരു വസ്തുത മാനവികമായിട്ടുള്ള ഈ ഒരു വസ്തുതയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിനെ ജബ്ബാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒതുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ജബ്ബാറിൻ്റെ വിവരക്കേടും വിഡ്ഢിത്തവും എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ ജബ്ബാറിന് ഇബ്രാഹിം നബിയോടും മൂസാ നബിയോടും ഒന്നും പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചോളാന്നാ. ജബ്ബാർ ഇത് അംഗീകരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതുമായിട്ട് ഇതിനെന്ത് ബന്ധമുള്ളത്? ജബ്ബാറാണോ ഒരു സംഗതിയുടെ വസ്തുത, അതിൻ്റെ സത്യസ്ഥിതി തീരുമാനിക്കേണ്ടത്? അതും ഒരു നിഷേധിയായിട്ടുള്ള ദൈവം തന്നെയില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകന്മാരില്ല, വേദങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാറ്റിനെയും തള്ളി പറയുന്ന ഒരുത്തം പറയാണ് ഞാൻ അംഗീകരിച്ചോളാം. ജബ്ബാർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇസ്ലാമിന് ഖുർആനിന് എന്ത് മോശമാണ് അല്ലെങ്കിൽ എന്ത് കുറവാണ് സംഭവിക്കാൻ പോണത്? അല്ലെങ്കിൽ ജബ്ബാർ അങ്ങനെ പോലുള്ള ആളുകൾ അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഖുർആനിൻ്റെ പരാമർശങ്ങൾ, അതിൻ്റെ അധ്യാപനങ്ങൾ അംഗീകരിക്കപ്പെടുന്നത്? അപ്പോൾ തനി വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയാമെന്നുള്ളതാണ് ഇവിടെ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ ഒരു വലിയ ആളാണ്, തനിക്കെല്ലാം അറിയാം, താൻ പറയുന്നതിൻ്റെ അപ്പുറം സത്യമൊന്നുമില്ല, താൻ പറയുന്നതേ സത്യമുള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള ഈ വില കുറഞ്ഞ തത്രപ്പാടാണ് യഥാർത്ഥത്തിലൂടെ ജബ്ബാർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്ക് ബുദ്ധിയും വിവേകമുള്ള ആളുകൾ യാതൊരു വിലയും കൽപ്പിക്കില്ല എന്നുള്ളതാണ് ജബ്ബാർ മനസ്സിലാക്കേണ്ടത്. തിയോളജിക്കൽ, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇങ്ങനെ ഗ്രന്ഥം ഉണ്ടായിരുന്നു. അവർ പരലോക ജീവിതത്തിലെ ശാശ്വതമായിട്ടുള്ള ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സമൂഹങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് എന്നത് ചരിത്രപരമായും തിയോളജിക്കലായും ബ്ലണ്ടറാണെന്നാണ് ജബ്ബാർ പറഞ്ഞത്. അപ്പോൾ ചരിത്രപരമായി ഇത് ബ്ലണ്ടറാവണമെങ്കിൽ എല്ലാ ചരിത്രവും ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ജബ്ബാർ പറയേണ്ട ഒരു കാര്യമാണ്. ഏത് കാലം മുതൽക്കാണ് ജബ്ബാറെ ചരിത്രം എഴുതാൻ തുടങ്ങിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ മുമ്പ് വന്ന മനുഷ്യകുലത്തിൻ്റെ തുടക്കം മുതൽക്കുള്ള ചരിത്രം ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ? കിട്ടൂലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ചരിത്രപരമായി ഇത് അബദ്ധമാണ്, ബ്ലണ്ടറാണ് എന്ന് ജബ്ബാർ പറയുന്നത്? അതുപോലെ തിയോളജിക്കലായിട്ട് ഇത് ബ്ലണ്ടറാണ് പോലും. എന്താണ് തിയോളജിക്കലായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ബ്ലണ്ടർ? മനുഷ്യരുടെ സൃഷ്ടാവ്, ആകാശഭൂമികളുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തന്നെയാണ് മനുഷ്യൻ്റെയും സൃഷ്ടാവ് എന്നും, ആ മനുഷ്യൻ്റെ സൃഷ്ടാവായിട്ടുള്ള സൃഷ്ടാവിൻ്റെ പേര് ഏത് ഭാഷയിൽ എന്ത് പറയണമെന്നുള്ളത് ആ ഭാഷയിലെ പ്രയോഗമാണ് അവിടെ പരിഗണിക്കുക. അത് അറബിയിലാവുമ്പോൾ അള്ളാഹു എന്ന് പറയുന്നു, മറ്റ് ഭാഷകളിലൊക്കെ അള്ളാഹുവിന് അതിൻ്റേതായിട്ടുള്ള ആ ഭാഷയുമായി ബന്ധപ്പെട്ട പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരേ ഒരു ശക്തിയെയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ശക്തി, ആ സൃഷ്ടാവ്, ആ രക്ഷകൻ, ആ കർത്താവ്, നാഥൻ, അവൻ പറയുന്നു ഞാനിങ്ങനെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് തിയോളജിക്കലായിട്ട് എങ്ങനെയാണ് ബ്ലണ്ടറാവുക? ഇത് ബ്ലണ്ടറാണെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ബ്ലണ്ടർ എന്ന് പറഞ്ഞത്. കാരണം ത്രിലോകജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ കാലത്തിന് അതീതനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള, കാലത്തിൻ്റെ കൂടി സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പറയുന്നു ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാലൊരു മനുഷ്യ കീടം പറയുന്നു അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല, അത് എനിക്കറിയാം, അത് ഒരു ബ്ലണ്ടറാണ് എന്ന് പറയുന്നു. ഇതിലേതാണ് യഥാർത്ഥത്തിൽ ബ്ലണ്ടർ എന്നുള്ളത് ജബ്ബാറിനും അറിയാം, ജബ്ബാറിന് കേൾക്കുന്നവർക്കും അറിയാം. അപ്പോൾ തൻ്റെ
ഔദ്ധത്യം അല്ലെങ്കിൽ തൻ്റെ വിഡ്ഢിത്തം രണ്ടും ആവാം. ഇത് വിളിച്ചു പറയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്യുന്നതിനുള്ളതാണ്. ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഈ വാചാടോപ്പങ്ങൾക്ക് ബുദ്ധിയും വിവേകവുമുള്ള ആളുകളുടെ മുമ്പിൽ ഒരു വിലയുണ്ടാവില്ല. ജബ്ബാറിൻ്റെ കോപ്രായങ്ങൾ കേട്ട് കയ്യടിക്കുന്ന ആളുകളുടെ കയ്യടി വാങ്ങാൻ പറ്റും എന്നത് മാത്രമാണ് ജബ്ബാറിന് ഇതിലൂടെ നേടാവുന്ന ഒരേ ഒരു നേട്ടം.